പ്രണയാഗ്നി ആൻ എറ്റേണൽ ലവ് ഭാഗം 32. റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ സോന വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു പോയി. ദേവൂട്ടിയൊക്കെ പോകുമ്പോൾ അവളെ വീട്ടിലേക്ക് ആക്കിത്തരാമെന്ന് പറഞ്ഞുവെങ്കിലും വേണ്ടെന്ന് പറഞ്ഞ് അവൾ ബസ്സിൽ കയറി പോവുകയാണ് ചെയ്തത്. തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ കാറിലിരിക്കുമ്പോഴും ദേവു ആകെ സൈലൻ്റ് ആയിരുന്നു. സമ്മാനം കിട്ടിയതിന് ശേഷം അവൾക്ക് വലിയ സന്തോഷമുള്ളതായിട്ടൊന്നും മഹിക്ക് തോന്നിയില്ല. വീട്ടിലെത്തിയപ്പോൾ തന്നെ അവൾ മുറിയിലേക്ക് പോയി. അവൾ മുറിയിലേക്ക് പോകുന്നത് കണ്ടതും മഹിയും അവളുടെ കൂടെ തന്നെ അങ്ങോട്ട് ചെന്നു. എന്താ നിന്റെ മുഖം ആകെ വല്ലാതിരിക്കുന്നത്? തലവേദന വല്ലതും എടുക്കുന്നുണ്ടോ? അവൻ കാര്യം തിരക്കി. ചോദിക്കാൻ കാത്തിരുന്നത് പോലെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. അവനെ മുറുക്കി കെട്ടിപ്പിടിച്ചു. സോനയ്ക്ക് ഗോകുലേട്ടനെ ഇഷ്ടമല്ല മഹിയേട്ടാ, അവൾ വിഷമത്തോടെ അവനോട് തുറന്നു പറഞ്ഞു. അതിനാണോ എങ്ങനെ ഈ മുഖവും വീർപ്പിച്ച് നടക്കുന്നത്? മഹി അവളെ കളിയാക്കുന്ന രീതിയിൽ ചോദിച്ചു. അവൾ വിഷമത്തോടെ അങ്ങനെ തന്നെ നിന്നുകൊണ്ട് അവനെ മുഖം മാത്രം ഉയർത്തി നോക്കി. ഇന്ന് ഗോകുലേട്ടൻ അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. പക്ഷേ അവൾ എന്നോട് പറഞ്ഞു ഒരിക്കലും അവൾക്ക് ഗോകുലേട്ടനെ പോലെ ഒരാളെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന്. അവളുടെ വീട്ടിൽ പപ്പയും അമ്മയും ഒന്നും അതിന് സമ്മതിക്കില്ലെന്നും പറഞ്ഞു. ദേവു നിരാശയോടെ പറഞ്ഞു. ഒന്നോർത്താൽ അവൾ അങ്ങനെ പറഞ്ഞത് നല്ല കാര്യമല്ലേ? വെറുതെ നടക്കാത്ത കാര്യങ്ങൾക്ക് അവൾ അവന് ആശ കൊടുക്കുന്നില്ലല്ലോ. ഇങ്ങനെയൊരു വിവാഹവും പ്രണയവും നടക്കില്ലെന്ന് അവൾക്ക് ഉറപ്പുള്ളത് കൊണ്ടല്ലേ അവൾ അതിന് പറ്റില്ലെന്ന് തുറന്നു പറഞ്ഞത്. അവനും അവളെ പറഞ്ഞു മനസ്സിലാക്കാനാണ് ശ്രമിച്ചത്. ഇതറിയുമ്പോൾ ഗോകുലേട്ടന് വിഷമമാകില്ലേ മഹിയേട്ടാ? അവൾക്ക് അതാണ് വിഷമം. സോന ഇങ്ങനെ ഒരു കാര്യം നടക്കില്ലെന്ന് പറഞ്ഞത് അവൾക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ കാര്യം ഗോകുൽ അറിയുമ്പോൾ അവൻ്റെ മനസ്സ് വിഷമിക്കുമെന്ന് അവൾക്കറിയാം. അതോർത്താണ് അവൾക്കും വിഷമം. നീ എന്നോട് പറഞ്ഞത് ഗോകുൽ ഇങ്ങനെ ഒരു കാര്യത്തിന് പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി പ്രതീക്ഷിക്കുന്നില്ല എന്നല്ലേ? മഹി എന്തോ ആലോചനയോടുകൂടെ അവളോട് ചോദിച്ചു. അങ്ങനെയാണ് ഗോകുലേട്ടൻ എന്ന് പറഞ്ഞത്. അവളുടെ അപ്പനും അമ്മയും ഇങ്ങനെ ഒരു വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന് എനിക്കും അറിയാമായിരുന്നു. എന്നിരുന്നാലും എന്തോ ഗോകുലേട്ടൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഒരു വിഷമം. അവൾ വീണ്ടും വിഷമത്തോടെ അതുതന്നെ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ കാര്യം ഗോകുലിനോട് അവൾ തുറന്നു പറഞ്ഞായിരുന്നോ? ഇല്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. അധികം വൈകാതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യം ഗോകുലേട്ടനോട് തുറന്നു പറയാൻ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ വൈകുന്തോറും അത് ഗോകുലേട്ടനിൽ പ്രതീക്ഷകൾ ഉണ്ടാക്കും. അതിലും നല്ലത് വേഗം തന്നെ താല്പര്യമില്ലെന്ന് തുറന്നു പറയുന്നതാണെന്ന് കരുതി ഞാൻ അവളോട് വേഗത്തിൽ തന്നെ കാര്യങ്ങൾ പറയാൻ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് നല്ലത്. ഇപ്പോഴാണെങ്കിൽ ചിലപ്പോൾ അവന് മറന്നു കളയാൻ സാധിച്ചേക്കാം. പക്ഷേ വൈകുന്തോറും അവൻ്റെ മനസ്സിലേൽക്കുന്ന മുറിവ് ആഴത്തിലുള്ളതായിരിക്കും. അവളുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് അവൻ പറഞ്ഞതും അവളും അത് ശരിയാണെന്ന രീതിയിൽ തലയാട്ടി. വേഗം പോയി കുളിച്ച് റെഡിയായി നല്ല കുട്ടിയായിരിക്കാൻ നോക്ക്. ഇനി ഈ കാര്യം ഓർത്ത് വിഷമിക്കാൻ നിൽക്കരുത്. ഇതിങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. പിന്നെയും എന്തിനാണ് അതോർത്ത് വിഷമിക്കുന്നത്? അവൻ തന്നിൽ നിന്നും അവളെ നീക്കി നിർത്തി കവിളിലൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു. ദേവു അവനെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി തീർത്തുകൊണ്ട് കുളിക്കാനായി കയറി. കോളേജിൽ നിന്നും വന്നതിന് ശേഷം കുറച്ചു നേരം വീട്ടിലിരുന്ന് കഴിഞ്ഞ് മഹി തിരികെ ഫിനാൻസിലേക്ക് പോയിരുന്നു. ഫിനാൻസിലേക്ക് പോയാൽ എന്തായാലും രാത്രി വരാൻ അല്പം വൈകും. ഇന്ന് വൈകി പോയതുകൊണ്ട് പതിവിലും വരാൻ വൈകുമെന്ന് പറഞ്ഞാണ് അവൻ ഇറങ്ങിയത്. രാത്രി അവൻ വരാൻ വൈകുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അപ്പച്ചിയും ദേവൂട്ടിയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അവൻ വരുന്നത് വരെ എന്തായാലും ദേവൂട്ടി ഉറങ്ങില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ രണ്ടുപേരും ഹാളിലെ സോഫയിലിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഇനി മോൾക്ക് കലോത്സവത്തിന് പോകേണ്ടി വരുമല്ലേ? സംസാരത്തിനിടയിൽ അപ്പച്ചി ചോദിച്ചു. വേണ്ടി വരും അപ്പച്ചി. കോളേജിൽ നിന്ന് ഫസ്റ്റ് കിട്ടുന്ന കുട്ടികളെയാണ് യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ പങ്കെടുപ്പിക്കുന്നതിനായിട്ട് കൊണ്ടുപോകുന്നത്. ഇതൊക്കെ ഒരു ഭാഗ്യമാണ് ദേവൂട്ടി. ഇപ്പോഴേ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ കിട്ടൂ. അപ്പോൾ നമ്മളത് പരമാവധി ഉപയോഗിക്കണം കേട്ടോ. തൻ്റെ മടിയിൽ കിടക്കുന്ന അവളുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് അപ്പച്ചി പറഞ്ഞു. അപ്പച്ചിയുടെ വാക്കുകളിൽ എന്തോ വിഷമം നിലനിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നിയതും അവൾ അവരുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് അവരെ സംശയത്തോടെ നോക്കി. ഇതൊക്കെ അപ്പച്ചിയുടെ ജീവിതത്തിൽ നിന്നെടുത്ത് പറയുന്നത് പോലെ ഉണ്ടല്ലോ. അതെ, കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നതാണ്. പക്ഷേ എല്ലാത്തിനും മടിയായിരുന്നു. പിന്നെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ ഇങ്ങനെയുള്ള മത്സരങ്ങൾക്കൊക്കെ പങ്കെടുപ്പിക്കുവാനും മറ്റുള്ള പൈസയും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പോയേനെ. അപ്പച്ചി അല്പം വിഷമത്തോടെയാണ് അത് അവളോട് പറഞ്ഞത്. ഞാനോ ഇങ്ങനെയായി. അതുകൊണ്ടാണ് മഹിയോടെങ്കിലും സംഗീതം ഒന്ന് കൃത്യമായി പഠിച്ചെടുക്കാൻ പറഞ്ഞത്. അപ്പോൾ അവനും അതിന് കഴിഞ്ഞില്ല. പിന്നെ എൻ്റെ കുട്ടിയെ തെറ്റു പറയാനൊന്നും ആവില്ല. അവൻ്റെ മാനസികാവസ്ഥയിൽ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ ആർക്കായാലും കഴിയില്ല. അപ്പച്ചി പഴയകാല കാര്യങ്ങൾ ഓർത്തെടുത്തുകൊണ്ട് വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പച്ചി എന്താ കല്യാണം കഴിക്കാതിരിക്കുന്നത്? കുറച്ചു നേരം കഴിഞ്ഞതും അവൾ സംശയത്തോടെ ചോദിച്ചു. പലപ്പോഴും ഇങ്ങനെയൊരു കാര്യം അപ്പച്ചിയോട് ചോദിക്കണമെന്ന് കരുതിയതാണ്. പക്ഷേ അപ്പച്ചിക്ക് വിഷമമായാലോ എന്ന് കരുതി മനഃപൂർവ്വം ചോദിക്കാതെ വിട്ടതാണ്. എന്തായാലും ഇപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ എന്തുകൊണ്ടോ അവൾക്ക് അപ്പച്ചിയോട് അങ്ങനെ ചോദിക്കണോ എന്ന് തോന്നി അവൾ ചോദിച്ചതാണ്. എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? അവളുടെ ചോദ്യം കേട്ടതും അപ്പച്ചി തിരികെ ചോദിച്ചു. ഞാനടക്കം ആലോചിക്കാറുണ്ട് അപ്പച്ചി, എന്തുകൊണ്ടാണ് അപ്പച്ചി കല്യാണം കഴിക്കാതിരുന്നതെന്ന്. ചൊവ്വാദോഷം എന്നൊക്കെ വെറുതെ പറയുന്നതല്ലേ, അതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? അപ്പച്ചിക്ക് എന്തോ ചൊവ്വാദോഷം ഉള്ളത് കൊണ്ടാണ് വിവാഹമൊന്നും നടക്കാതിരുന്നതെന്ന് മഹി പറഞ്ഞൊരു കേട്ടറിവുണ്ട്.
അതുകൂടിയാണ് അവൾ സംശയത്തോടെ ചോദിച്ചത്. അവളുടെ ചോദ്യം കേട്ടതും അപ്പച്ചിക്ക് ചിരിയാണ് വന്നത്. വിവാഹം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് വർഷം 2 കഴിയുന്നു. എന്നിട്ടും ഇപ്പോഴാണ് ഇങ്ങനെയൊരു കാര്യം ചോദിക്കാൻ തോന്നിയത്. ചൊവ്വാദോഷമൊക്കെ ഉള്ളത് തന്നെയാണ് ദേവൂട്ടി. എൻ്റെ അച്ഛൻ, അതായത് ദേവൻ്റെ മുത്തശ്ശൻ, എനിക്ക് 18 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ ജാതകം നോക്കുന്നത്. അപ്പോഴാണ് എനിക്കിങ്ങനെ ചൊവ്വാദോഷമുള്ള കാര്യം അറിയുന്നത്. വീട്ടുകാർ തമ്മിൽ അറിഞ്ഞറിഞ്ഞ് അതങ്ങനെ നാട് മുഴുവൻ അറിയുന്ന പരസ്യമായ രഹസ്യമായി. അതുവരെ വിവാഹാലോചനകൾ വരുമ്പോൾ പ്രായമായിട്ടില്ല അല്ലെങ്കിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിയുമായിരുന്നു. ചൊവ്വാദോഷമാണെന്ന് അറിഞ്ഞതിൽ പിന്നെ ആരും വിവാഹം ആലോചിച്ച് വന്നിട്ടുമില്ല. ഇനി എങ്ങാനും വരികയാണെങ്കിൽ ചൊവ്വാദോഷമാണെന്ന് അറിയുമ്പോൾ തന്നെ പിന്തിരിഞ്ഞു പോവുകയും ചെയ്യും. പിന്നെ 18 വയസ്സ് പ്രായത്തിലൊക്കെ വിവാഹം കഴിക്കുന്നത് ശരിയായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ 21 വയസ്സായി. സംഗീതത്തിൽ താല്പര്യമായിരുന്നത് കൊണ്ട് തന്നെ സംഗീതം പഠിക്കാനായിരുന്നു അച്ഛനും അമ്മയും വിട്ടിരുന്നത്. അതാകുമ്പോൾ സാധാരണ പഠിക്കുന്നതിലും ഫീസ് കുറവ് മതി എന്നത് തന്നെയായിരുന്നു കാരണം. അപ്പോൾ അപ്പച്ചി ആരെയും പ്രണയിച്ചിട്ടില്ലേ? അവളുടെ അടുത്ത സംശയം. അപ്പച്ചി അവളുടെ മുഖത്തേക്ക് ചിരിയോടെ ഒന്ന് നോക്കി. ആ ചിരിയിൽ തന്നെ എന്തോ മറഞ്ഞു കിടക്കുന്നുണ്ടെന്ന് ദേവുവിന് മനസ്സിലായി. അവൾ വേഗം തന്നെ അപ്പച്ചിയുടെ മടിയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ശരിക്കും അപ്പച്ചി ആരെയോ പ്രണയിച്ചിട്ടുണ്ട്. സത്യം പറയ്, ആരാണത്? അപ്പച്ചിയുടെ ചിരി കണ്ടതും അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ പ്രണയം ഉണ്ടായിരുന്നു. പ്രണയിക്കാത്തവരായിട്ട് ആരാണുള്ളത്? അത് കേട്ടതും ദേവുവിൽ ആകാംക്ഷയേറി. പറയപ്പച്ചി, കേൾക്കട്ടെ. പറയാൻ മാത്രം ഒന്നുമില്ല ദേവൂട്ടി. സാധാരണ ഈ കൗമാരകാലത്തെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ ഉണ്ടാകുന്നത് പോലെ ഒരു പ്രണയം. അത് പ്രണയം എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് മാത്രം തോന്നിയ, എൻ്റെ മാത്രം മനസ്സിലുണ്ടായിരുന്ന പ്രണയം. അത് പറയുമ്പോൾ അപ്പച്ചിയുടെ ചുണ്ടുകളിൽ അപ്പോഴും ചിരിയാണ്. ആരാണത്? ദേവു ആകാംക്ഷയോടെ തന്നെ വീണ്ടും ചോദിച്ചു. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ചിരുന്നതാണ്. എന്നെപ്പോലെ തന്നെ സംഗീതത്തിലായിരുന്നു ആൾക്കും താല്പര്യം. കോളേജിലെ ഗായക സംഘത്തിലൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ 2 പേരും. അങ്ങനെ ഒരു ചെറിയൊരടുപ്പം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു. എനിക്ക് ആളോട് പ്രണയമാണെന്നൊന്നും ഞാനിതുവരെ അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. ആൾക്ക് അങ്ങനെയൊന്നും എന്നോട് തിരികെ ഉണ്ടോ എന്ന് തോന്നിയതുമില്ല. അന്നത്തെ കാലമല്ലേ, പ്രണയം എന്ന വാക്ക് പറയാൻ പോലും പേടിയാണ് എല്ലാവർക്കും. അതുകൊണ്ട് അത് അയാളെ അറിയിക്കാനും തോന്നിയില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു പ്രത്യേക ഇഷ്ടം തോന്നിയത് അദ്ദേഹത്തോടാണ്. പിന്നീട് പ്രായം മാറിയപ്പോൾ വിവാഹം കഴിച്ച് മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കേണ്ടി വരുമെന്ന് ആലോചിച്ചിരുന്നു. പക്ഷേ ചൊവ്വാദോഷം കാരണം അതും നടന്നില്ല. ആദ്യമായി പ്രണയിച്ചത് കൊണ്ടാവാം ഇപ്പോഴും മനസ്സിൽ ആ മുഖം ഭദ്രമായി ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പച്ചിയാൾ കൊള്ളാലോ, കാണുന്നത് പോലെയൊന്നും അല്ല. അവൾ അവരുടെ കവിളിലൊന്ന് കുത്തിക്കൊണ്ട് കളിയോടെ പറഞ്ഞു. അതിന് അപ്പച്ചി ഒന്ന് ചിരിച്ചു. അപ്പച്ചി പിന്നെ ഈ അടുത്തൊന്നും ആളെ നേരിട്ട് കണ്ടിട്ടില്ലേ? പ്രീ ഡിഗ്രി കഴിഞ്ഞു പോകുന്ന ദിവസമാണ് അവസാനമായിട്ട് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടത്. പിന്നീട് എപ്പോഴോ ഞങ്ങളുടെ മ്യൂസിക് കോളേജിൽ വന്നിരുന്നു. എന്തോ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. ഞാൻ കണ്ടിരുന്നു. ആളിപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ആയിട്ട് ജീവിക്കുകയാണെന്ന് അറിഞ്ഞു. അപ്പച്ചി ചിരിച്ചുകൊണ്ടാണ് അതും പറയുന്നത്. ദേവു അവരെ സങ്കടത്തോടെ നോക്കി. കാര്യം ഇത്രയൊക്കെ പറഞ്ഞുവെങ്കിലും ആദ്യ പ്രണയം എല്ലാവരുടെയും ഉള്ളിലും നോവായി തീരുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരിക്കലും മറക്കാനാവാത്തൊരു കാര്യമാണ് ആദ്യ പ്രണയം. അത് പറയുമ്പോൾ അപ്പച്ചി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ നോവെങ്കിലും അപ്പച്ചിക്ക് ഉണ്ടാകുമെന്ന് അവൾക്കറിയാം. എൻ്റെ കുട്ടിക്ക് പ്രണയം എന്തെങ്കിലും ഉണ്ടോ? അവൾ അങ്ങനെ ആലോചിച്ചിരിക്കുന്ന നേരത്താണ് അപ്പച്ചി അവളുടെ കയ്യിലൊന്ന് തട്ടിക്കൊണ്ട് ചോദിച്ചത്. എന്നെയൊക്കെ ആര് പ്രേമിക്കാനാണ്? അപ്പച്ചിയുടെ ചോദ്യം കേട്ടതും അവൾ മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ എൻ്റെ ദേവൂട്ടി സുന്ദരിയല്ലേ? അവരവളുടെ താടിയിൽ പിടിച്ചൊന്ന് കൊഞ്ചിച്ചു. എനിക്കും പ്രണയമുണ്ട്, ആരോടും പറയരുത്, സീക്രട്ടാണ്. രഹസ്യം പറയുന്നത് പോലെ ദേവു അപ്പച്ചിയോട് പറഞ്ഞു. അപ്പച്ചി അവളെ അതാരാണെന്ന രീതിയിൽ കണ്ണുമിഴിച്ചു നോക്കി. മഹിയേട്ടനാ. അവൾ കളിയായി തമാശ പറയുന്നത് പോലെ പറഞ്ഞ് ഉറക്കെ ചിരിച്ചു. അവളുടെ മുഖഭാവവും സംസാരവും ചെയ്തികളുമെല്ലാം കണ്ട് അപ്പച്ചിക്കും ചിരി വന്നു പോയി. പെട്ടെന്ന് പുറത്ത് മഹിയുടെ വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം. ദേവു അത് കേട്ടതും മുറ്റത്തേക്ക് ഓടിയിറങ്ങി. ഉറങ്ങിയില്ലേ നീ? തൻ്റെ വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഓടിപ്പാഞ്ഞെത്തിയ ദേവുവിനോട് അവൻ ചോദിച്ചു. മഹിയേട്ടൻ വരാതെ ഞാനെങ്ങനെ ഉറങ്ങാനാണ്? അവൾ അവൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു. അപ്പച്ചിയും കിടന്നില്ലേ? അകത്തേക്ക് കയറി വന്നപ്പോൾ സോഫയിൽ തന്നെ ഇരിക്കുന്ന അപ്പച്ചിയെ നോക്കി അവൻ ചോദിച്ചു. മോൾ എന്തായാലും ഉറങ്ങില്ല. അപ്പോൾ അവിടെ ഒറ്റയ്ക്കിരുത്തുന്നത് എങ്ങനെയാണെന്ന് കരുതി ഞാനും ഉറങ്ങിയില്ല. എന്തായാലും നീ ഇങ്ങോട്ടിരിക്ക്. ഭക്ഷണം കഴിച്ചിട്ട് മുകളിലേക്ക് പോയി സ്വസ്ഥമായിട്ട് ഉറങ്ങാമല്ലോ. വേണ്ട, എനിക്ക് ഭക്ഷണമൊന്നും എടുക്കണ്ട. ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് വന്നത്. അവൻ അതിനെ തടഞ്ഞു. എങ്കിൽ പോയി ഉറങ്ങാൻ നോക്കിക്കോ. ഇനി അധികം സമയം നിൽക്കണ്ട. ദേവൂട്ടി, ചെല്ലാൻ നോക്ക്. 2 പേരോടുമായി പറഞ്ഞ് അപ്പച്ചി മുറിയിലേക്ക് പോയി. താൻ ഇവിടുന്ന് പോകുമ്പോൾ ഉള്ളതുപോലെയല്ല. നല്ല ആക്റ്റീവായിട്ട് കലപില സംസാരമൊക്കെ ഉണ്ട് അവൾക്കിപ്പോൾ. എന്തു പറ്റി? ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ വരെ മൂഡ് ഓഫ് ആയിരുന്നല്ലോ. അതോ? ഞാനും അപ്പച്ചിയും കൂടെ പഴയ കഥകളൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. പഴയ കഥയോ? എന്ത് പഴയ കഥ? അതോ, ഞാൻ പറയാം.
മഹിയേട്ടൻ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ. അവൾ അവനെ കുളിക്കാനായി ഉന്തി തള്ളി വിട്ടു. വാ, ഇനി കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അവൻ കുളിച്ചിറങ്ങി വന്നപ്പോൾ തന്നെ തലയിലെ വെള്ളം പോലും മര്യാദയ്ക്ക് തോർത്താതെ അവൾ അവനെ പിടിച്ച് കട്ടിലിലേക്കിരുത്തി. എന്നിട്ട് തോർത്ത് വാങ്ങി അവൾ തല തുടച്ചു കൊടുത്തു. ശേഷം തോർത്ത് കൊണ്ടുപോയി വിരിച്ചിട്ട് അവളും അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.